പാഠം 469. ഒരു ഗംഭീര നാടകത്തിന്റെ കഥ. ഹലോ, അതെ സത്യഭാമയാണ്. ആ പുരുഷോത്തമ, കേസ് അടുത്ത ആഴ്ച ഉണ്ടാവൂ. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇല്ല, ഇന്ന് ഞാൻ ഓഫീസിൽ വരില്ല, വീട്ടിൽ തന്നെ കാണും. അത് പേടിക്കണ്ട. കേസ് ഏറ്റിരിക്കുന്ന അഡ്വക്കേറ്റ് സത്യഭാമയല്ലേ. ഈ കേസിൽ നിന്ന് പുരുഷോത്തമനെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓ ശരി, അങ്ങനെയാണ്, വൈകിട്ട് വന്നാൽ മതി. ഓ, ആരെ രക്ഷിക്കുന്ന കാര്യമാണോ? പേര് പുരുഷോത്തമൻ. ആള് പണ്ട് കുറച്ച് തെമ്മാടിയായിരുന്നു. പക്ഷേ 3-4 മാസം ജയിലിൽ കിടന്നപ്പോഴേക്കും ആള് മര്യാദക്കാരനായി. പക്ഷേ അങ്ങനെയുള്ളവരെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ മറ്റുള്ളവര്. ഒരു രാജേന്ദ്രൻ പുരുഷോത്തമനെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുക. അയാളുടെ വീട്ടിൽ കയറി പുരുഷോത്തമൻ ചീത്ത വിളിച്ചു പോലും. അത് കള്ളക്കേസാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ സ്വഭാവം പിടികിട്ടില്ലേ മോഹനേട്ടാ. പുരുഷോത്തമൻ എന്റെ നോട്ടത്തിൽ ഒരു പാവമാണ്. ഈ രാജേന്ദ്രൻ മുൻവൈരാഗ്യം കൊണ്ട് കൊടുത്ത കേസാണെന്ന് നമുക്ക് ഉറപ്പല്ലേ. ചീത്ത വിളിച്ചതിന് ആകെ സാക്ഷി രാജേന്ദ്രനും ഭാര്യയും. എങ്ങനെയുണ്ട്? കേസിലെ വാദികൾ തന്നെ സാക്ഷികളായിട്ടുണ്ടെങ്കിലേ നല്ല രസമായിരിക്കും. എന്തായാലും ഈ കേസിൽ നിന്ന് പുരുഷോത്തമനെ ഞാൻ രക്ഷപ്പെടുത്തും. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞവനെ നിനക്ക് വിശ്വാസമുണ്ട്. ആ മാന്യനായ രാജേന്ദ്രനെ വിശ്വാസമില്ല. അതെവിടുത്തെ ന്യായം? ആ ന്യായം എവിടത്തെയാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. ആഹാ, ഹമേ, നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാനും മാന്യന്മാർക്ക് സ്വസ്ഥമായി ജീവിക്കാനുമാണ് പോലീസും കോടതിയും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ പുരുഷോത്തമനെ പോലുള്ള സാമൂഹ്യ ദ്രോഹികളെ രക്ഷിക്കാനല്ല. പുരുഷോത്തമൻ സാമൂഹ്യ ദ്രോഹിയാണോ അല്ലയോ എന്ന് ആദ്യം കോടതി തീരുമാനിക്കട്ടെ. അത് കഴിഞ്ഞല്ലേ മോഹനേട്ട ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ നിന്നെപ്പോലുള്ള വക്കീലന്മാർ കള്ളസാക്ഷികൾ ഉണ്ടാക്കി കേസ് വളച്ചൊടിച്ച് പുരുഷോത്തമനെ പോലുള്ളവർ രക്ഷപ്പെടുത്തില്ലേ? പിന്നെ എങ്ങനെ നാട്ടിൽ സമാധാനം ഉണ്ടാവും? ഞാൻ ഒരു കേസും വളച്ചൊടിക്കുന്നില്ല. പുരുഷോത്തമൻ കുറ്റക്കാരനാണെന്ന് കോടതി തെളിയിക്കേണ്ട ബാധ്യത പോലീസിന്റെയാണ്. അവരെ കൊണ്ട് അത് പറ്റുമെങ്കിൽ അത് ചെയ്യട്ടെ. എന്റെ കണക്കൂട്ടലിൽ പുരുഷോത്തമൻ നിരപരാധിയാണ്. അതുകൊണ്ട് ഞാൻ അയാൾക്ക് വേണ്ടി വാദിക്കുന്നു. ഇതിന് മോഹനേട്ടൻ ഇത്ര വിഷമോ? ഞാൻ വിഷമിക്കും. കാരണം ഞാൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നാട്ടുകാർക്ക് നന്മ മാത്രം വരണമെന്ന് ആലോചിച്ച് ആഗ്രഹിച്ച് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ ഒരാളുടെ ഭാര്യ സാമൂഹ്യദ്രോഹിയായ ഒരു പുരുഷോത്തമനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് എനിക്കാണ്. മോഹനേട്ടൻ ഇപ്പോഴും പറയാറില്ലേ ആഫീസ് വേറെ വീട് വേറെന്ന്? ഇത് എന്റെ ജോലിയാണ്. അതിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അല്ല, ഞാൻ പറയുന്ന ആൾക്ക് മോഹനേട്ടൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കോ? ഇല്ലല്ലോ. അതുപോലല്ലോ ഇത്. നീ ഈ പുരുഷോത്തമന്റെ കേസ് വാദിച്ചാൽ നാളെ ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആളുകൾ പറയും, റൗഡി പുരുഷോത്തമന്റെ കേസ് വാദിച്ച വക്കീലിന്റെ ഭർത്താവ് പോണു എന്ന്. അത്തരം നാണക്കേടുകൾ കേൾക്കാൻ എനിക്ക് വയ്യ. മോഹനേട്ടൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ വില്ലേജ് ഓഫീസറല്ലേ? അങ്ങനെയൊന്നും ആരും പറയില്ല. ആര് പറഞ്ഞു? നമ്മൾ 100 നന്മ ചെയ്താലും ആളുകൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനെ പറ്റിയായിരിക്കും. സാറിന്റെ ഭാര്യയോട് ഇത്തരം കേസുകൾ വാദിക്കരുത് എന്ന് പറഞ്ഞുകൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ഭാമേ? മോഹനേട്ടൻ പറയുന്നത് ഭാര്യ കേക്കില്ല എന്നങ്ങ് പറഞ്ഞേക്ക്. അപ്പൊ തീർന്നല്ലോ പ്രശ്നം. തീർന്നില്ല. ആഫീസിലെ കാര്യങ്ങൾക്ക് ഞാൻ സ്വയംപ്രഭയോ കാഞ്ചനയോ ഒന്ന് ശാസിച്ചാൽ അവര് തിരിച്ചെന്താവും പറയുക? ആദ്യം സാറിന്റെ ഭാര്യ പോയി മര്യാദ പഠിപ്പിക്കുക എന്നാവില്ലേ? അതെങ്ങനെ പറയും മോഹനേട്ടാ? ആഫീസുകാരും വീട്ടുകാരും രണ്ടല്ലേ? ഭാമേ, നീ പുരുഷോത്തമനെ കേസ് വായിക്കാൻ പറ്റില്ല. കേസ് ഞാൻ ഏറ്റുപോയി. ഇനി എനിക്കത് വാദിക്കാതിരിക്കാൻ പറ്റില്ല. ഏറ്റ കേസ് വാദിക്കാതിരിക്കുന്നതിന് ഞാനത് ന്യായം പറയും. നിനക്ക് പല്ലുവേനാണെന്ന് പറഞ്ഞാൽ മതി. സാറേ, ഉത്തമൻ വന്നു. ഉത്തമനെതിരാ വന്നതെന്ന് ചോദിച്ചിട്ട് വേഗം നല്ല കുട്ടിയുടെ ആഫീസിൽ പോകാൻ നോക്ക്. പുരുഷോത്തമന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സാറേ, നമസ്കാരം സാർ. നമസ്കാരം. ഉത്തമ, ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു പുരുഷോത്തമൻ, മാന്യനായ ഒരു രാജേന്ദ്രൻ,
ഇവരിൽ ആര് പറയുന്നതാണ് ഉത്തമൻ വിശ്വസിക്കുക? ഇതെന്തോന്ന് ചോദ്യം സാറേ? ഇവിടെ ഒരു വയ്ക്കോലുണ്ടല്ലോ, അവൾക്ക് ആ മാന്യനായ രാജേന്ദ്രനേക്കാൾ വിശ്വാസം റൗഡിയായ പുരുഷോത്തമനെയാണ്. അത് എവിടത്തെ ന്യായം? ഉത്തമ, ഒരു ചീത്ത വിളി കേസാണ് പ്രശ്നം. ഈ പറയുന്ന പുരുഷോത്തമൻ ഈ കേസിൽ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ജീവിതത്തിൽ പുരുഷോത്തമനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഈ സാറ് അത് സമ്മതിക്കുന്നില്ല. ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടവർ ഒരിക്കലും നന്നാവില്ല എന്നുള്ള ഈ ധാരണയാണ് ആദ്യം മാറേണ്ടത്. പുരുഷോത്തമൻ നിരപരാധിയാണെന്നുള്ളതിന് ഇവള് പറയുന്ന ന്യായം എന്താണ് ഉത്തമൻ അറിയാമോ? ഇല്ല. പുരുഷോത്തമൻ രാജേന്ദ്രനെ ചീത്ത വിളിച്ചതിന് രാജേന്ദ്രനും ഭാര്യയുമല്ലാതെ വേറെ സാക്ഷിയില്ല എന്നത്. വാദികൾ തന്നെ സാക്ഷികളായാൽ പറ്റില്ല എന്ന്. ഉത്തമ, ഞാനും ഭാമയും ഇപ്പൊ ഇവിടെ നിൽക്കാം. ഉത്തമൻ എന്നെ ചീത്ത വിളിച്ചിട്ട് പോവുകയാണെന്ന്. അയ്യോ, ഞാൻ സാറിനെ ചീത്ത വിളിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ സങ്കല്പിക്കാനാ പറഞ്ഞത്. അങ്ങനെ ഉത്തമൻ ചീത്ത വിളിച്ചിട്ട് പോകുന്നു. ഞാൻ കേസ് കൊടുക്കും. അപ്പോ പോലീസുകാർ പറഞ്ഞാലോ ഞാനും ഭാമയും മാത്രമേ സാക്ഷികളായിട്ടുള്ളൂ, അതുകൊണ്ട് കേസില്ല എന്ന്. സാക്ഷികളില്ലെങ്കിൽ ആർക്കും ആരെയും ചീത്ത വിളിക്കാമെന്നാണെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താവും? അയ്യോ സാറേ, ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരെ തെറി പറയാറുമില്ല. ദൈവം സഹായിച്ച് ആരും എന്നെ ചീത്ത വിളിക്കാറുമില്ല. ഞാൻ ഇപ്പൊ വന്നതേ ചന്ദ്രകുമാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാ. ഇന്ന് തരാന്ന് സാറ് പറഞ്ഞിരുന്നു. മോഹനകൃഷ്ണൻ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോ ഓഫീസിലേക്ക് വന്നാൽ മതി. ഓ, വലിയ ഉപകാരം. ശരി, അപ്പൊ 3 മണിക്ക് ഓഫീസിൽ കാണാം സാറേ. ഫോട്ടോ വയ്ക്കില്ലേ? ഭാമേ, ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് പറയുന്നു, പുരുഷോത്തമനെ പോലുള്ള തെമ്മാടികളുടെ കേസ് വാദിക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും മോഹനോട് പറയാണ്, പുരുഷോത്തമന്റെ കേസ് ഞാൻ വാദിക്കും. ഏത് കണക്കിന് നോക്കിയാലും ഞാൻ ഈ പറഞ്ഞ പുരുഷോത്തമൻ ആ രാജേന്ദ്രനെക്കാട്ടിലും ഭേദമാണ്. ഇത് കളി കാര്യാവൂന്നുള്ള കാര്യം ഉറപ്പാ. എന്നാലും മോഹനകൃഷ്ണ സാറേ ഇതിന് സമ്മതിച്ചതാ എനിക്ക് മനസ്സിലാവാത്തത്. സമ്മതിക്കാതിരുന്നിട്ട് എന്താ കാര്യം? സത്യഭാമ വക്കീലിന്റെ സ്വഭാവം വെച്ച് ഒരു കേസ് ഏറ്റതാ. സാർ ഇവിടേക്ക് സ്ഥലം മാറി വരുന്നത് മുതൽ ഡെപ്യൂട്ടി തഹസിൽദാറിന് സാറിനെ ഇഷ്ടമല്ല. കാര്യം വേറെ ഒന്നുമില്ല. ഡെപ്യൂട്ടി തഹസിൽദാരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. നന്നായിട്ട് കൈക്കൂലി വാങ്ങും. കാണിക്കാത്ത വൃത്തികേടൊന്നുമില്ല. മോഹനകൃഷ്ണൻ സാർ വന്നതോടെ ഈ വില്ലേജ് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ കളി നടക്കാതെ. എന്തെങ്കിലും വഴിവിട്ട കാരണത്തിന് ഡെപ്യൂട്ടി തഹസിൽദാർ ശുപാർശ ചെയ്താൽ മോഹനകൃഷ്ണൻ സാർ അത് കേൾക്കില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് മോഹനകൃഷ്ണൻ സാറിനെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയോ അങ്ങേര്? അങ്ങനെയുള്ളപ്പോഴാ ഈ പ്രശ്നം. എന്തായാലും പ്രശ്നമാവുന്നുള്ളത് ഉറപ്പാ. നിങ്ങൾ രാവിലെ വന്ന് വട്ടം കൂടിയിരുന്ന് നാട്ടുകാര്യം പറയാണോ? ജോലിയൊന്നും ഇല്ലേ? അല്ല സാർ, ഞങ്ങള് സാറിന്റെ കാര്യം പറയായിരുന്നു. ഇത് പ്രശ്നമാവൂലേ സാർ? ഏത്? അല്ല, സാറിന്റെ വക്കീല് പുരുഷോത്തമന്റെ വക്കാലത്ത് ഏറ്റെടുത്തെന്ന് കേട്ടല്ലോ. അത് ശിശുപാലൻ അറിയാം. പുരുഷോത്തമനെ ശിശുപാലൻ അറിയാമോ? കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പുരുഷോത്തമനല്ലല്ലോ പ്രശ്നം, എതിർകക്ഷിയല്ലേ. എതിർകക്ഷിയോ? എന്താ അയാളുടെ പേര് പറഞ്ഞത്? ആ, രാജേന്ദ്രൻ. അയാൾക്ക് എന്താ പ്രശ്നം? സാറേ, ഈ പറയുന്ന രാജേന്ദ്രൻ നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറാ. രാജേന്ദ്ര സാറിന് എതിരാ വക്കീലിന്റെ കേസ്. ഇത് പ്രശ്നമാവുന്ന ഉറപ്പല്ലേ? ശിശുപാലനോട് ആരാ പറഞ്ഞത്? താലൂക്ക് ഓഫീസിലെ സഹദേവൻ. അവിടെ ഇപ്പൊ ഇതല്ലേ ചർച്ച. അത് ശരി. അപ്പോൾ എതിർകക്ഷി ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറാണെന്ന് വക്കീല് മോഹനകൃഷ്ണൻ സാറിനോട് പറഞ്ഞിട്ടില്ല. ഇത് കുരിശോ? എന്താ ചെയ്യുക? അതേ ഉള്ളു വഴി. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർക്കുക. ശിശുപാല സാർ, ആ ഉത്തമ, ഇത് ഞാനാ. ഒരു വലിയ പ്രശ്നമുണ്ട്. എനിക്ക് ഉത്തമനൊന്ന് കാണണം. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഒരു 3 മണിയാകുമ്പോ സുമാന്റെ വീടിന് അപ്പുറത്തുള്ള ആ വളവിനോട് വന്നാൽ മതി. അത്യാവശ്യമാണ്. ശരി.
സാർ ഉത്തമൻ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ഓ ചന്ദ്രകുമാറിന്റെ അത് എഴുതിയോ? അത് എഴുതിയില്ല സാർ. അത് ഇന്ന് ഉത്തമന് കൊടുക്കാന്നല്ലേ പറഞ്ഞത്? വേഗം പോയി എഴുതി വയ്ക്കുക. ഉത്തമ ഒരു 3 മണിയാകുമ്പോ വരും. ശരി സാർ. ഈ ഒരു വഴിയേ ഉള്ളൂ ഭാമയെ കേസ് പിന്തിരിപ്പിക്കാൻ. ഈശ്വര, ഇത് നടക്കണേ. സാർ ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? വക്കീൽ ഒരു കേസ് വാദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാവ് പറഞ്ഞാലും അതിൽ നിന്ന് പിന്മാറൂല. പക്ഷെ അത് പ്രശ്നമാവും ഉത്തമ. ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാറിനെതിരെയാണ് കേസെന്ന് അവൾ മനഃപൂർവ്വം എന്നോട് പറയാറുണ്ട്. അയ്യോ, ഭാമ പുരുഷോത്തമന് വേണ്ടി കേസ് വാദിച്ചാൽ ഞാൻ രാജേന്ദ്രൻ സാറിനോടൊന്ന് പറയും. അത് പ്രശ്നമാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷേ വക്കീലിനെ ഈ കേസിൽ നിന്ന് എന്തോന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കും? സാർ വിചാരിച്ച നടക്കാത്ത കേസ് ഞാൻ വിചാരിച്ച് നടക്കുവോ? നേരായ വഴിയിലൂടെ പറഞ്ഞാൽ ഭാമ കേൾക്കില്ല. അതിന് ചില വളഞ്ഞ വഴികൾ ഉപയോഗിക്കേണ്ടി വരും. വളഞ്ഞ വഴിയാ? അതെ. പുരുഷോത്തമൻ ജയിൽ ശിക്ഷ കഴിഞ്ഞതോടെ മാനസാന്തരം വന്ന് മാന്യനായി എന്നാണ് ഭാമ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പുരുഷോത്തമൻ നിരപരാധിയാണ് എന്ന് അവൾ പറയുന്നത്. അവൾ കരുതുന്നത് പോലെ മാന്യനല്ല പുരുഷോത്തമൻ എന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവൾ ആ കേസിന് പിന്മാറും. അതെങ്ങനെ തെളിയിക്കും? അതിനാണ് എനിക്ക് ഉത്തമന്റെ സഹായം വേണ്ടത്. ഞാൻ പറയുന്നത് പോലെ ഉത്തമൻ എന്റെ വീട്ടിൽ ചെന്ന് ഭാമയോട് പറയണം. സാറ് പ്രശ്നമാവുന്ന കാര്യമാണോ? ഒരു പ്രശ്നമില്ല. ഇത് ചന്ദ്രകുമാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഇത് വാങ്ങാൻ 3 മണിക്ക് വില്ലേജ് ഓഫീസിൽ വരാൻ ഉത്തമനോട് ഞാൻ പറഞ്ഞത് ഭാമ കേട്ടതാണല്ലോ. അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഉത്തമൻ വില്ലേജ് ഓഫീസിൽ വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് ഉത്തമൻ ഭാമയോട് പറയേണ്ടത്. പക്ഷേ ഇത് വാങ്ങാൻ ഞാൻ വില്ലേജ് ഓഫീസിലോട്ട് വന്നില്ലല്ലോ. അത് ഭാമയ്ക്ക് അറിയില്ലല്ലോ. ഉത്തമൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വില്ലേജ് ഓഫീസിൽ വന്നപ്പോൾ പുരുഷോത്തമൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണം. പുരുഷോത്തമനാ? ബാക്കി ഞാൻ പറഞ്ഞുതരാം. വക്കീലേ, വക്കീലേ. നമസ്കാരമുണ്ട് വക്കീലേ. എന്റെ പൊന്നെ, ഇന്നൊരു ഭയങ്കര സംഭവം ഉണ്ടായി. ഞാനിവിടെ വന്ന് പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ വക്കീലും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. എന്താ ഉത്തമ സംഭവം? ചന്ദ്രകുമാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കാര്യം പറയാൻ ഞാൻ കാലത്ത് ഇവിടെ വന്നിരുന്നല്ലോ. അപ്പൊ സാർ പറയുകയും ചെയ്തു 1 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലോട്ട് വന്നാ മതി എന്ന്. ഞാൻ കേട്ടിരുന്നു. എന്നിട്ട് ഇതേ മോഹനയുടെ സർട്ടിഫിക്കറ്റ് തന്നില്ലേ? അതൊന്നും അല്ല വക്കീലെ പ്രശ്നം. ഞാൻ ചെന്നപ്പോ വില്ലേജ് ഓഫീസിൽ ഒരു ഭയങ്കര ബഹളം നടക്കുന്നു. ഒരുത്ത വരാതെ നിന്നുകൊണ്ട് മോഹനയുടെ സാറിനെ പച്ച ചീത്ത വിളിക്കുന്നു. ശിശുപാല സാറും പ്രഭ സാറും കാഞ്ചന സാറും അത് കേട്ടോണ്ട് നിൽക്കുന്നു. മോഹനയുടെ ചീത്ത വിളിക്കുന്നോ? ആര്? എന്തിന്? ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ സകലവുമാരെയും തല്ലും കൊല്ലും എന്നൊക്കെയായിരുന്നു ഇവന്റെ ഭീഷണി. അവൻ വായി തോന്നിയത് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങി ഒരൊറ്റ പോക്ക്. ആള് പോയി കഴിഞ്ഞപ്പോ മോഹനയുടെ സാറ് അകത്തോട്ടും കയറിപ്പോയി. ഞാൻ ശിശുപാല സാറിന്റെ അടുത്ത് ചോദിച്ചു, ശിശുപാല സാറേ എന്താണ് പ്രശ്നം എന്ന്. അപ്പോഴല്ലേ ഈ ചീത്ത വിളിച്ചവനെ എനിക്ക് മനസ്സിലായത്. ആരാ? പുരുഷോത്തമൻ. വക്കീല് രാവിലെ പുകഴ്ത്തി പറഞ്ഞില്ലേ, ആ പുരുഷോത്തമൻ. പുരുഷോത്തമനോ? അയാളെന്തിനാ മോഹനയുടെ ചീത്ത വിളിച്ചത്? എന്റെ വക്കീല്, അവൻ വക്കീല് പറയുന്ന പോലെ അത്ര ഭയങ്കര മാന്യനൊന്നും അല്ല. ലോകതമ്മാടിയാ. വക്കീല് രാവിലെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞതേ ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്രൻ സാറിന്റെ കാര്യമല്ലേ? ഞാനത് മോഹനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. രാജേന്ദ്ര സാറിനോടുള്ള ദേഷ്യം മുഴുവൻ പുരുഷോത്തമൻ ഇപ്പോ താലൂക്ക് ഓഫീസിലെയും വില്ലേജ് ഓഫീസിലെ സകലരെയും ചീത്ത വിളിച്ച് തീർക്കുകയാണ്. സത്യം പറഞ്ഞ അവനെ നേരിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനുള്ളതാണ്. അമ്മാര് ചീത്തയാണോ മോഹനൻ സാറിന് വിളിച്ചത്? പാവ സാറ്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നപ്പോ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ സാർ എന്തിനാണ് ഇങ്ങനെ കേട്ടോണ്ട് നിന്നത്? അവന്റെ ചെവിക്കല്ലിന് കണക്കാക്കി ഒന്ന് കൊടുത്തുകൂടായിരുന്നോ എന്ന്. അപ്പൊ സാറ് പറഞ്ഞ എന്തായിരുന്നെന്ന് അറിയാവോ? എന്താ? ഉത്തമ, ഞാനൊരു ഗാന്ധിയനല്ലേ, നമ്മളെ അധിക്ഷേപിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കണം എന്ന്. പിന്നെ എവിടെ ഒരു സ്ഥലം, ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ആരോടോ ഇങ്ങനെ ക്ഷമിച്ച ഒരു കഥ എനിക്ക് പറഞ്ഞു തന്നു. എന്നാൽ ഈ പുരുഷോത്തമൻ ഇത്രക്കാരാന്ന് കരുതൂല. കാരണം വക്കീലിന് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. തീർന്നില്ല.
പുറത്തിറങ്ങി അന്വേഷിച്ചപ്പോഴല്ലേ കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടിയത്. ഇവൻ ആളുകളെ വീട്ടിലും ആഫീസിലും പോയി ചീത്ത വിളിച്ചിട്ട് പോലീസ് പിടിക്കുമ്പോ അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടെ, ഞാൻ ഇങ്ങനെ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയലാണ് അവന്റെ പരിപാടി. കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് സെക്രട്ടറി ഇതുപോലെ ചീത്ത വിളിച്ചതാണ് മൈൻ. പോലീസ് ചോദിച്ചപ്പോ അയ്യോ സാറേ ഞാൻ ആ ഭാഗത്ത് പോലും പോയിട്ടില്ല എന്ന് മറുപടി പറയുന്നു മൈൻ. പിന്നെ വക്കീലിനോട് ഇതൊന്നും പറയരുതെന്ന് മോനേര് സാർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷെ കഥകളെല്ലാം അറിഞ്ഞപ്പോ എനിക്ക് തോന്നി വക്കീലും കൂടെ അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. വക്കീലിന്റെ കക്ഷി ഏത് തരക്കാരനാണെന്ന് വക്കീലും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. എന്തായാലും ഈ പുരുഷോത്തമനാള് കൊള്ളാലോ. ഇനി അയാൾ കേസിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കാം. പിന്നെ വക്കീൽ ചോദിക്കുമ്പോ അവൻ പറയും അയ്യോ ഞാൻ വില്ലേജ് പരിസരത്ത് പോലും പോയിട്ടില്ല വക്കീലെ എന്ന്. വക്കീലത് വിശ്വസിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറിനെ ചീത്ത വിളിച്ചവന്റെ വക്കാലത്ത് വക്കീലേക്കുവോ? ഞാൻ ആ വക്കാലത്ത് ഒഴിഞ്ഞല്ലോ. ഇപ്പോ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. എന്റെ മോഹനേട്ടനെ ചീത്ത വിളിച്ചവനോട് ഞാൻ കേസ് ബാധിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോഴെങ്കിലും വക്കീലിന് നല്ല ബുദ്ധി തോന്നിയത് നന്നായി. പിന്നെ ഞാനിത് ഇവിടെ വന്ന് പറഞ്ഞു എന്നുള്ളത് മോനേഷ് സാറിന്റെ അടുത്ത് പറയല്ലേ. പറയരുതെന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ. ശരി അപ്പൊ ഞാൻ ഇറങ്ങട്ടെ വക്കീലേ. പിന്നെ ഇനി ഇങ്ങനെയുള്ള കേസ് പിടിക്കുമ്പോ സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ ഒടുവിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെ ഒരു ചീത്ത വിളി ഉണ്ടാ ഓരോ മനുഷ്യന്മാര്. എന്നാലും ഈ പുരുഷോത്തമൻ ഉത്തമൻ എന്തായാലും സാറേ സാറിന്റെ ബുദ്ധി ഏറ്റു. ഇനി ആ പുരുഷോത്തമൻ വക്കീലിന്റെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ട വക്കീൽ അവന്റെ കരണം അടിച്ചു പൊട്ടിക്കും. പിന്നല്ലേ സാറ് പറഞ്ഞ പോയിന്റുകളുടെ കൂട്ടത്തിൽ ഞാൻ എന്റെ അഭിനയം കൂടെ ചേർത്തപ്പോ സംഗതി കയറിപ്പോയി. സാർ ധൈര്യമായിട്ട് വീട്ടിൽ വെക്കോ. കേസിന്റെ കാര്യം ഓർത്ത് വിഷമിക്കേ വേണ്ട. നന്ദി ഉത്തമ, നന്ദി. അവൾ ആ കേസ് എങ്ങാനും വാദിച്ചിരുന്നെങ്കിൽ ഈ ജന്മം മുഴുവൻ ഞാനും രാജേന്ദ്രൻ സാർ ശത്രുക്കളായി മാറിയല്ലേ. ഉത്തമ സഹായിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും ബാക്കി അഭിനയം എന്റെ വക. അതോടെ ഭാമ മുഴുവനും വിശ്വസിക്കും. പിന്നെ സാറേ ഇനി അഭിനയിച്ചേ ഓവറാക്കല്ലേ സാറേ. ഉത്തമ എന്നെ അഭിനയം പഠിപ്പിക്കാൻ വരണ്ട, സ്വന്തം കാര്യം നോക്കി പോ നോക്ക്. അല്ലെങ്കിൽ പാലം കടന്നു കഴിയുമ്പോ എന്നത്തെയും പോലെ പൂരായണ. മോഹനേട്ടാ വില്ലേജ് ഓഫീസിൽ എന്താ സംഭവിച്ചത്? വില്ലേജ് ഓഫീസിലോ? വില്ലേജ് ഓഫീസിൽ എന്താ സംഭവിക്കാൻ? കള്ളം പറയാൻ നിൽക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത് കാര്യം? പുരുഷോത്തമൻ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നോന്ന്. അത് നീ എങ്ങനെ അറിഞ്ഞു? എല്ലാം ഞാൻ അറിഞ്ഞു. അയാൾ എന്തിനാ മോഹനേട്ടനെ ചീത്ത വിളിച്ചത്? നിന്നോട് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടില്ല. 4 മാസം ജയിലിൽ കിടക്കുമ്പോ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നാണല്ലോ നീ പറയുന്നത്. ഈ പുരുഷോത്തമൻ ശുദ്ധത മാടിയ നാട്ടിൽ കാണുന്ന സകലരെയും ചീത്ത വിളിക്കാന്നുള്ളതാണ് അവന്റെ പരിപാടി. പക്ഷെ അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാജേന്ദ്രൻ സാറിനെ ചീത്ത വിളിച്ചില്ല എന്ന് അവൻ പറഞ്ഞപ്പോ നീ അത് വിശ്വസിച്ചു. അപ്പൊ പിന്നെ എന്നെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? മോഹനേട്ടാ അയാൾ അത്തരക്കാരനെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, അതുകൊണ്ടല്ലേ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഓരോരുത്തരും ഏത് തരക്കാരാണെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ കേസുകൾ ഏറ്റെടുക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കണമെന്ന്. നമസ്കാരം സർ. നമസ്കാരം, വന്നോളൂ. ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ വന്നാൽ മതി. ഇവിടെ വെച്ച് ഞാൻ അപേക്ഷ സ്വീകരിക്കാറില്ല. ഞാൻ വക്കീലിനെ കാണാൻ വന്നതാ. വക്കീലെ ഈ ഫീസ് കൊണ്ട് തരാനാ ഞാൻ വന്നത്. ഞാൻ ഫീസ് ചോദിച്ചിരുന്നില്ലല്ലോ, കേസ് തീർന്നിട്ട് തന്നാ മതിയായിരുന്നു. വക്കീലത് പറയും, പക്ഷെ എന്റെ മര്യാദ ഞാൻ കാണിക്കണമല്ലോ. ചാക്കോച്ചന്റെ ലോറിയുമായി തൂത്തുക്കുടിക്ക് പോയതായിരുന്നു, അതാ താമസിച്ചത്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. നാളെ രാവിലെ വീണ്ടും പോണം, അതാ ഇങ്ങോട്ട് വന്നത്. ശരി, കേസിന്റെ കാര്യം ഞാൻ അറിയിച്ചോളാം. ഞാൻ വരട്ടെ വക്കീലെ. വരട്ടെ സാറേ. ചോദിക്കാതെ കാശ് വീട്ടിൽ കൊണ്ടുതരുന്ന മാന്യന്മാരായ കക്ഷികൾ ഉണ്ട് നിനക്കല്ലേ? അത്തരത്തിലൊരു മാന്യനാണ് ഇത് പുരുഷോത്തമൻ. പുരുഷോത്തമൻ ചേട്ടാ,
തൂത്തുക്കുടിന്ന് എത്ര മണിക്ക് വന്നു പറഞ്ഞത്? അതേ ഉള്ളൂ. ശരി, പൊയ്ക്കുള്ളൂ ചേട്ടാ. ആ ഇപ്പൊ മണി 5:30. അപ്പോ പുരുഷോത്തമൻ തൂത്തുക്കുടിയിൽ എത്തിയത് 5 മണിക്ക്. ഈ പുരുഷോത്തമനാണ് 3 മണിക്ക് മോഹനേട്ടനെ വില്ലേജ് ഓഫീസ് കയറി ചീത്ത വിളിച്ചത്. അത്രയും വലിയ ചീത്ത വിളിച്ച ആളെ കണ്ടിട്ട് മോഹനേട്ടനോട്ട് മനസ്സിലായതുമില്ല. ഈ പുരുഷോത്തമനാണ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ വീട്ടിൽ കയറി ചീത്ത വിളിച്ചു എന്ന് പോലീസ് പറയുന്ന പുരുഷോത്തമൻ. രാജേന്ദ്രൻ സാറിന്റെ പരാതി പറയുന്ന നേരത്ത് പുരുഷോത്തമൻ മധുരയിലായിരുന്നു. മോഹനകൃഷ്ണന്റെ പരാതിയിൽ പറയുന്ന നേരത്ത് എവിടെയായിരുന്നു? ഉത്തമൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ഇത് വില്ലേജ് ഓഫീസറുടെ ബുദ്ധിയാന്ന്. ഉത്തമന്റെ അഭിനയം തരക്കേടില്ലായിരുന്നു. പക്ഷേ സന്ദർഭത്തിന് തീരെ യുക്തിയില്ലാതായിപ്പോയി. മോഹനേട്ടന് ഒരു കാര്യവും ഇല്ലാതെ എന്തുമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറ്. അങ്ങനെ എന്റെ മോഹനേട്ടനെ ഉപദ്രവിക്കുന്ന രാജേന്ദ്ര സാറിനെ തോൽപ്പിക്കാനോ ഒരു അവസരം കിട്ടിയപ്പോ ഞാനതൊന്നും ഉപയോഗിച്ചു. പക്ഷെ ആ നേരത്ത് മോഹനേട്ടൻ കാൽ മാറിക്കളഞ്ഞു. ഈ പുരുഷോത്തമൻ ആളൊരു പാവാ. വ്യക്തിവിരോധം കൊണ്ട് രാജേന്ദ്ര സാർ പറഞ്ഞുണ്ടാക്കിയ കഥയാണ് എല്ലാം. ഈ പുരുഷോത്തമൻ രാജേന്ദ്ര സാറിന്റെ വീടിന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല. ഇനി മോഹനേട്ടൻ പറ, ജയിലിൽ നിന്നിറങ്ങി ഇനിയെങ്കിലും മാന്യമായി ജീവിക്കാനായി ലോറി ഓടിച്ച് കഴിയുന്ന പുരുഷോത്തമന്റെ കേസ് ഞാൻ വാദിക്കണോ അതോ രാജേന്ദ്ര സാറിന് വേണ്ടി ഞാൻ വാക്കാൽ തൊഴിയണോ? നീ കേസ് വാദിക്കണം. അല്ല പിന്നെ പുരുഷോത്തമൻ ഒരു സത്യസന്ധനല്ലേ? ആ കേസ് വാദിച്ചേ പറ്റൂ. പാവം സത്യഭാമ ഭർത്താവിനെ സഹായിക്കാനാണ് നോക്കിയത്. പക്ഷേ മേലധികാരിയെ അനവസരത്തിൽ പിണക്കുന്നതിന്റെ അപകടം മണത്ത മോഹനകൃഷ്ണൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി. തനിക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഭാര്യ ചെയ്യില്ല എന്ന് വില്ലേജ് ഓഫീസർ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും ഈ കേസിൽ ഒരു തീരുമാനമായ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.